ഹായ് ഗൈസ്, എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കുറച്ച് ലെങ്തി വീഡിയോ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് സൈലൻറ്റ് വാലിയിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ മെയിനായിട്ട് കാണാനുള്ളത് പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു ഭംഗിയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഞാൻ പോകുന്നത് നമ്മുടെ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായ ഉല്ലാസയാത്ര, അതിൻ്റെ ഒരു യാത്രയിലാണ് ഞാനിന്ന്. അപ്പോൾ ഇതിൻ്റെ യാത്രയുടെ വിശേഷങ്ങളെല്ലാം വഴിയെ നമുക്ക് കാണാം. ഓക്കെ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ മഴക്കാടുകളുള്ളത് ഈ സൈലൻറ്റ് വാലിയിലാണ് കേട്ടോ. ഒരു മുൻപരിചയവുമില്ലാത്ത ഒരു ബസ് നിറയെ ആൾക്കാരുടെ കൂടെയാണ് ഇന്നത്തെ ഒരു ദിവസം. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. നമ്മുടെ ചാലക്കുടി ഡിപ്പോ എന്നുള്ള യാത്രയിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. നമ്മുടെ KSRTC യാത്രയുടെ ഭാഗങ്ങളിൽ നിന്നാണ് ഭാഗങ്ങൾ. എല്ലാവരും രാവിലെ തന്നെ നേരത്തെ വന്നതിൻ്റെ ഒരു ചെറിയ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് ഉറക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുതിയ ഉഷാറായിട്ടുണ്ട്. എല്ലാവരും പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയ പാട്ട് അങ്ങനെയുള്ള പരിപാടികളോടുകൂടി നമ്മുടെ യാത്ര ഭാവദായകനാക്കും ആത്മസൗന്ദര്യമാണു നമ്രശീർഷരായി നിൽപ്പൂരി മുന്നിൽ കമ്ര നക്ഷത്ര. നമ്മുടെ ചാലക്കുടി ഡെപ്പോന്ന് രാവിലെ ഒരു 4 മണിക്ക് ഈ യാത്ര തുടങ്ങിയിട്ട് വീണ്ടും തിരിച്ചെത്തുന്നത് അവിടെ ഏകദേശം ഒരു 9 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ. ഭക്ഷണവും എല്ലാവിധ എൻട്രി ഫീസും അടക്കം നമുക്ക് ഈ യാത്രയ്ക്ക് ആകെ വരുന്ന ചിലവ് 1730 രൂപയാണ് കേട്ടോ. പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിപ്പോനെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. മുണ്ടൂരിൽ നിന്ന് മണ്ണാർക്കാട് വഴിയിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് സൈലൻറ്റ് വാലിയിൽ എത്താനായിട്ട് ഒരു 60 കിലോമീറ്ററോളമാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു യാത്രയിലെ പ്രധാന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സൈലൻറ്റ് വാലിയാണ്. നമ്മൾ ആദ്യം അട്ടപ്പാടി ചുരം കയറി മുക്കാലിയിലെ ഫോറസ്റ്റ് ഓഫീസിലാണ് എത്തുക കേട്ടോ. നമ്മുടെ ഈ ഉല്ലാസയാത്രയിലെ ടൂർ കോർഡിനേറ്ററും അതുപോലെ തന്നെ ബസ് കണ്ടക്ടറുമായ ജിനീഷ് ഇബ്രാഹിം സാറിൻ്റെ ടീം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. ആൾ അടിപൊളിയായിട്ട് ഈ ടൂറ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനമൂളി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്നാണ് നമ്മുടെ അട്ടപ്പാടിയിലേക്കുള്ള യാത്രയുടെ മനോഹരമായ കാഴ്ചകൾ തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇനി ഏകദേശം 12ഓളം ഹെയർ പിന്നുകൾ കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് മുകളിലെത്താനായിട്ട്. ശരിക്കും ഈ അട്ടപ്പാടിയുടെ മനോഹാരിത ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്താണ് വരേണ്ടത് കേട്ടോ. ആ സമയത്ത് വരികയാണെങ്കിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ചുരം കയറുമ്പോഴുള്ള ഒരു ചെറിയ രീതിയിലുള്ള കോടമഞ്ഞും അതൊക്കെ ഒരു അടിപൊളി ഫീൽ തന്നെയാണ് കേട്ടോ. ശരിക്കും ഇവിടെ അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പില്ല കേട്ടോ. നമ്മുടെ മണ്ണാർക്കാട് താലൂക്കിൽ അഗളി, ഷോളയാർ, പുതൂർ എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് അട്ടപ്പാടി. പിന്നെ നമ്മുടെ ഈ യാത്രയിലെ KSRTCയിലെ ഡ്രൈവറായ അനിൽകുമാർ സാറ്, ആളുടെ ഒരു ഡ്രൈവിങ് അടിപൊളിയായിരുന്നു കേട്ടോ. എത്ര റിസ്ക് ആയിട്ടുള്ള ഈ ചുരം വഴികളൊക്കെ എത്ര നല്ല രീതിയിൽ ആൾ ഡ്രൈവ് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു ഇയാളുടെ ഡ്രൈവിങ്ങൊക്കെ. നമ്മുടെ ഈ സൈലൻറ്റ് വാലി യാത്രയിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് വരുന്നത് ആനമൂളിയാണ് കേട്ടോ. KSRTC ചാലക്കുടി ഡിപ്പോയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി നടത്തുന്ന ഒരു യാത്രയാണിത് കേട്ടോ. ഈ ഒരു യാത്ര മുഴുവനായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഉല്ലാസയാത്രയ്ക്ക് പേര് കേട്ട നമ്മുടെ ഈ ചാലക്കുടി ഡെപ്പോന്ന് ഈ സൈലൻറ്റ് വാലി യാത്ര മാത്രമല്ല മൂന്നാർ, വാഗമൺ, വട്ടവട, കാന്തല്ലൂർ, മറയൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ ഈ സൈലൻറ്റ് വാലി അറിയപ്പെട്ടിരുന്നത് സൈരന്ത്രി വനം എന്നായിരുന്നു കേട്ടോ.
നമ്മുടെ ബ്രിട്ടീഷുകാരാണ് ഈ സൈലന്ത്രി വനത്തിന് സൈലൻറ്റ് വാലി എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചീവീടുകളില്ല, അത് കാരണം വളരെ സൈലൻ്റാണ് ഈ കാട്. അതുകൊണ്ടാണ് സൈലൻറ്റ് വാലി എന്നുള്ള പേര് കൊടുക്കാൻ കാരണം. നമ്മുടെ ഈ സൈലന്ത്രി വനത്തെക്കുറിച്ച് പുരാണങ്ങളിലും പരാമർശിക്കുന്നുണ്ട് കേട്ടോ. പാണ്ഡവർ കൗരവരുമായുള്ള ചൂതുകളിയിൽ തോറ്റ സമയത്ത് അവർ ഈ കാട്ടിലാണ് വന്ന് താമസിച്ചിട്ടുള്ളതെന്നാണ് പറയണേ. അതുപോലെ തന്നെ ഇവിടെ ഒരു കുന്തിപ്പുഴയുണ്ട്. ഈ പാണ്ഡവരുടെ അമ്മയായ കുന്തി ആ പുഴയിലാണ് കുളിക്കാൻ വന്നിരുന്നതെന്നും അങ്ങനെ പിന്നീട് ആ പുഴയെ കുന്തിപ്പുഴ എന്നുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്നാണ് പറയണത്. ഇതെല്ലാം പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ സൈലന്ത്രി വനത്തെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സൈലൻറ്റ് വാലിയിൽ എത്തിയാൽ കാണുന്ന കാഴ്ചകളെക്കാളും മനോഹരമാണ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ കാണുന്ന ഈ കാഴ്ചകൾ. ബസ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ KSRTCയുടെ ഈ ബഡ്ജറ്റ് ട്രിപ്പ്. നമ്മളങ്ങനെ ഇപ്പോൾ 10ാം വളവ് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബസ് അപ്പോൾ കുറച്ച് സമയം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഇറങ്ങി ഇവിടെയുള്ള കാഴ്ചകൾ ഒക്കെ ഒന്ന് കാണുന്നതിനായിട്ട്. കാഴ്ചകളൊക്കെ കണ്ട ശേഷം എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായി ഞങ്ങളെല്ലാവരും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഗളി ആനക്കട്ടി റൂട്ടിലാണ്. ആനക്കട്ടി എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറായിട്ട് വരും. മണ്ണാർക്കാട് ആനക്കട്ടി റൂട്ടിൽ നമുക്ക് മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ലെഫ്റ്റിലേക്ക് തിരിയേണ്ടത് കേട്ടോ, സൈലൻറ്റ് വാലിയിലേക്ക് പോകാനായിട്ട്. മണ്ണാർക്കാട് നിന്ന് നമ്മുടെ ഈ മുക്കാലി ജംഗ്ഷൻ വരെ ഏകദേശം ഒരു 20 കിലോമീറ്ററാണുള്ളത് കേട്ടോ. മുക്കാലിയിലുള്ള ഈ ഫോറസ്റ്റ് ഓഫീസിലെ അവരുടെ വണ്ടിയിൽ അവരുടെ പെർമിഷൻ പ്രകാരം മാത്രം നമുക്ക് ഈ സൈലൻറ്റ് വാലിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. നമ്മളിവിടെ മുക്കാലിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഡോർമെട്രി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഹായ്, നമ്മളിപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷൻ മുക്കാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് KSRTCയുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ കയറിയിട്ടാണ് ബാക്കി ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം. നമ്മുടെ ബസ്സിന് ഇവിടെ വരെ മാത്രമേ പെർമിഷൻ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഫോറസ്റ്റുകാരുടെ വണ്ടിയിലാണ് നമ്മൾ യാത്ര തുടരുന്നത്. നമ്മുടെ ഈ മുക്കാലി ജംഗ്ഷനിൽ നിന്ന് ആനക്കട്ടിയിലേക്ക് ഏകദേശം 36 കിലോമീറ്ററും അതുപോലെ ഈ മുക്കാലി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് സൈലൻറ്റ് വാലിയിലേക്ക് 23 കിലോമീറ്ററുമാണ് വരുന്നത് കേട്ടോ. നമുക്കിവിടെ ഫ്രഷ് ആവാനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ പോയിട്ട്. ഇവിടെ പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ജസ്റ്റ് എടുത്തൊന്ന് കഴുകി നമ്മൾ വരിയായിട്ട് നിന്ന് ഫുഡൊക്കെ വാങ്ങി ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ബെഞ്ച് ഡെസ്ക് പോലെ കുറച്ച് സംവിധാനമുണ്ട്. പിന്നെ തിണ്ണകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. നല്ല ഇഡലിയും സാമ്പാറും ചട്നിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട്. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ നമ്മൾ തന്നെ വൃത്തിയായി കഴുകി അവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം നടക്കണം കേട്ടോ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ജീപ്പുകളൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക്. വഴിയിൽ കാണുന്ന മനോഹരമായ പൂക്കൾ കണ്ടു, എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. അപ്പം ഞാനതൊന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ ക്യാമറയിൽ പകർത്തിയതാണ്. റോഡരികിലുള്ള പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളൊരു 100 മീറ്ററോളം നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് സൈലൻറ്റ് വാലിയുടെ നാഷണൽ പാർക്കിലേക്ക് പോകുന്ന
വണ്ടികൾ കിടക്കുന്ന ആ ഒരു ഏരിയയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ സൈലൻറ്റ് വാലിയിലേക്കുള്ള ജംഗിൾ സഫാരി ഒക്കെ ആരംഭിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം വണ്ടിയൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമുക്ക് പെർമിഷൻ കിട്ടില്ല. ഇവിടെ പിന്നെ എൻട്രി ഫീ വരുന്നത് 6 പേരടങ്ങുന്ന ഒരു ജീപ്പിന് 3500 രൂപയാണ് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരാളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പിന് ഒരാൾക്ക് 2500 രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ KSRTCയുടെ ബഡ്ജറ്റ് ട്രിപ്പിൽ വന്ന കാരണം അതൊന്നും നമ്മൾ നോക്കണ്ട. 198 കോളനികളുണ്ട് അല്ലേ? 92 റിപ്പോർട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ. എന്താ പറയുക, കുറച്ച് ആൾക്കാർ ഒരേ ഇതിലും മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 10 വീടായി കഴിഞ്ഞാൽ അവിടെ കോളനിയാവും. ഇപ്പൊ നിലവിലുള്ളത് അതാണ്. ഇതിപ്പോ നമ്മൾ ഈ വന്ന ഈ റൂട്ടിൽ തന്നെയാണോ ഈ കോളനികൾ? കാട് മേഖലയിലേക്ക് നമ്മൾ വന്ന റൂട്ടിലാകെ ഒരു കോളനിയാണുള്ളത്. ഇനി ഇവിടെ ഞങ്ങൾക്ക് ജനവാസം ഇല്ല. ജനവാസം ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അല്ലാതെ ജനവാസം പണിയൊക്കെ അവര് ചെയ്തു പോകും. അതെ, കൂലി മാത്രമേ കിട്ടുള്ളൂ. എസ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ്. അവർക്ക് തൊഴിൽ വേണമല്ലോ. വിളവൊക്കെ ഗവൺമെന്റ് എടുക്കും. വിളവ് ഗവൺമെന്റ് ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ എങ്ങനെയാണോ നല്ല രീതിയിൽ അവർ കൊണ്ടുനടക്കൂലേ? കാട് വെട്ടി ക്ലിയർ ആക്കി ഇതാക്കി കൊണ്ടുനടക്കൂലേ? അവർക്കൊരു പണി എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം, പണി കൊടുക്കുക എന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി അപ്പോ ഈ കൃഷി തന്നെയാണോ? കൃഷി കാര്യങ്ങൾ തന്നെയാണ്. പെൻഷനൊക്കെ നമ്മള് ഇവിടെ മുതൽ 21 കിലോമീറ്റർ യാത്രയാണ്. അതാണ് സൈലന്റ് വാലി ഒക്കെ ഒന്ന്. പോകുന്ന വഴി ഉടനീളമുള്ള കാഴ്ചകളെ പറ്റി നമ്മുടെ ഡ്രൈവറും ഗൈഡുമായ ആള് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ 2 സൈഡിലും കാണുന്നത് കുരുമുളകിൻ്റെ പ്ലാന്റേഷനാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ മനോഹരമായ മഴക്കാടുകളുള്ള സ്ഥലമാണ് കേട്ടോ ഈ സൈലൻറ്റ് വാലി. അതുപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ കുന്തിപ്പുഴയുടെ ഉത്ഭവം നമ്മുടെ ഈ സൈലൻറ്റ് വാലിയിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൻ്റെയും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൻ്റെയും അതിർത്തിയിലാണ് നമ്മുടെ ഈ സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷിത മേഖലയാണ് കേട്ടോ ഈ സൈലൻറ്റ് വാലി. ഇവിടെ വന്നപ്പോൾ ആകെ കാണാൻ കഴിഞ്ഞത് മലയണ്ണാനും പിന്നെ കരിങ്കുരങ്ങുകളെയാണ്. ഏകദേശം 10 കിലോമീറ്റർ കഴിയുമ്പോൾ ബഫർ സോൺ ആരംഭിക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീടുകൾ കാര്യങ്ങൾ ഒന്നുമില്ല. ഭയങ്കര റെസ്ട്രിക്ഷനുള്ള ഒരു ഏരിയയാണ്. മരങ്ങൾ മുറിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വനമേഖലയാണത്. കംപ്ലീറ്റ് നമുക്കിവിടെ പ്രകൃതിയാണ് കേട്ടോ കാണാനുള്ളത്. വേറെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിവിടെ വരരുത്. അതുപോലെ തന്നെ മൃഗങ്ങളെ കാണാമെന്നും വിചാരിക്കണ്ട കേട്ടോ. 1984 നമ്മൾ സൈലൻറ്റ് വാലിനെ ദേശീയോദ്യാനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. സിംഹവാലൻ കുരങ്ങുകളാണ് മെയിനായിട്ട് ഇവിടെ കാണപ്പെടുന്നത് കേട്ടോ. അവരെ സംരക്ഷിക്കുന്ന ഒരു മെയിൻ ഏരിയയാണ് ഈ സൈലൻറ്റ് വാലി കാടുകൾ. അതുപോലെ തന്നെ നമുക്ക് വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തിനെങ്കിലുമൊക്കെ കാണാനായിട്ട് പറ്റുണ്ടാവുള്ളൂ. ഇവിടുത്തെ കോൺക്രീറ്റ് റോഡിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടു നോക്കൂ കേട്ടോ. ഈ ടയർ പോകുന്ന ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്റർ ഇങ്ങനെ കാലിയാക്കി ഇട്ടിട്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റോഡാണ് ഇവിടെ കാണുന്നത്. കാപ്പി കുരുമുളകിൻ്റെ പ്ലാന്റേഷൻ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇതിൽ കംപ്ലീറ്റ് ട്രൈബൽസിലെ ആൾക്കാരാണ് ജോലിക്കാർ. ആദായമൊക്കെ സർക്കാർ എടുത്തുകൊണ്ട് ഈ ജോലിക്കാർക്കൊക്കെ അന്നന്ന് കൂലി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നടന്നു വരുന്നത്. പിന്നെ ഇതിനൊന്നും മരുന്നടിക്കില്ല കേട്ടോ. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഈ കാടുകൾ ശ്രദ്ധിച്ചോ, ഇതൊക്കെ ഇങ്ങനെ ഇല കൊഴിയുന്ന കാടുകളാണ്. ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇനി മുകളിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങളൊന്നും പറിച്ചു കൊണ്ടുപോകാനായിട്ട് അനുവാദമില്ല. അത് ഇങ്ങനെ സിംഹവാലൻ കുരങ്ങ്, അണ്ണാൻ അങ്ങനെയുള്ള ജീവികൾ തിന്നും. പിന്നെ താഴെയുള്ള സാധനങ്ങൾ മുഴുവൻ ആന, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് വരുന്നത്. മുളങ്കാടുകൾ, ഈറ്റ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് താഴെയുള്ളത്. അപ്പോൾ അതൊക്കെ ആന കൈയടക്കും.
ഇവിടെ നിന്ന് ഒരു സാധനം നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. പണ്ട് കാലത്ത് റെയിൽവേ ട്രാക്കിൽ റെയിലിൻ്റെ താഴെ ഉപയോഗിച്ചിരുന്ന ആ മരത്തിൻ്റെ തടി ഉണ്ടല്ലോ, അത് ഈ മരത്തിൽ നിന്നാണ്, ആ റെഡ് കളറ് കാണുന്ന മരത്തിൽ നിന്നാണ് അത് ആ കട്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നില്ലേ റെയിൽ സ്ലീപ്പേഴ്സായിട്ട്, അതിനെയാണ് കേട്ടോ ഈ പറയണത്. താഴേന്ന് ഇങ്ങനെ ഒറ്റ തടിയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കണം കേട്ടോ. മുകളിലാണ് അതിൻ്റെ ഇലകളൊക്കെ ഉള്ളത്. ഇതാണ് കേട്ടോ മരം. ഇനി നമുക്ക് ജീപ്പിൽ കയറി അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ഈ അപൂർവമായ ഈ മരത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് ജീപ്പിൽ പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനിൽ എത്തും. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 200 കൊല്ലം പഴക്കം ഉള്ള ഒരു പ്ലാവ്, അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. 200 വർഷം പഴക്കമുള്ള പ്ലാവാണ് കാണുന്നത്. ഇതുമ്മ ഇപ്പോഴും ചെറിയ തരത്തിലുള്ള ചക്കയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി പൊടിഞ്ഞ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ മരമുകളിൽ ദേ ഒരു കരിങ്കുരങ്ങ് ഓടി നടക്കും കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു കുരങ്ങ് ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പന്തൻതോട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സമീപത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അട്ടക്കാലുമ്പോൾ ഇങ്ങനെ കയറുന്ന വഴി നമ്മൾ അറിയില്ല. വളരെ ചെറിയ ചെറിയ അട്ടകളാണ്. ഇവിടെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിനോട് ചേർന്നിട്ട് തന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കിനി സൈലന്റ് വാലിയിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് വരുന്നത്. ഇത് ഭവാനി റേഞ്ചിൽ ഉള്ള ഒരു സൈലന്റ് വാലിയുടെ നാഷണൽ പാർക്ക് ഡിവിഷനിൽ വരുന്ന ഒരു റെസ്റ്റ് റൂം ഉള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി പോവുമായിരിക്കും നല്ലത്. മുന്നോട്ട് കുറച്ചുകൂടെ പോകുമ്പോണ്ടല്ലോ മനോഹരമായ വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കും കേട്ടോ. കുറച്ച് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നമ്മളിവിടെ പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇവിടുത്തെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം. നല്ല ഔഷധ ഗുണം, നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണെന്നാണ് പറയണത്. ഒന്ന് മുഖമൊക്കെ കഴുകിയാൽ നല്ല ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന പറയുന്നത്. അപ്പം എന്തായാലും ഇവിടുത്തെ വെള്ളം ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? അതെ, മധുരം ഉപ്പ പുള്ളിയാ. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ രുചി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? ഞാനാ കുടിക്കാൻ വേണ്ടോ? നമ്മ 2 ജീപ്പ് വരെ മാത്രമായി. പൂമ്പാറ്റകളുടെ അതിശയിപ്പിക്കുന്ന ഒരു ലോകമാണ് കേട്ടോ കാണുന്നത്. കണ്ടോ, പൂമ്പാറ്റകൾ അമ്മാരെ ഇളക്കുമ്പോൾ ഇങ്ങനെ പറന്നു പോകണുണ്ടോ. നമ്മളിവിടെ പൂരത്തിനും ഉത്സവത്തിനൊക്കെ ഇങ്ങനെ കടലാസ് പറത്തണ പോലെയാണ് പൂമ്പാറ്റകൾ പറക്കണത്. നല്ല അടിപൊളി കാഴ്ചയല്ലേ. പൂമ്പാറ്റകളുടെ മനമയക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ സൈലന്റ് വാലിയുടെ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സൈലന്റ് വാലിയുടെ എൻട്രി കേട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെ ഒടുക്കം നമ്മളത് ഈ സൈലന്റ് വാലിയുടെ എൻട്രി പോയിന്റിൽ എത്തിയിരിക്കുകയാണ്.
ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കാണാനുണ്ട്. എല്ലാം ഒരു എപ്പിസോഡിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കാരണം ഞാൻ വേറൊരു എപ്പിസോഡായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ആ എപ്പിസോഡും മറക്കാതെ കയറി കാണുക. എങ്കിലേ നമ്മുടെ ഈ സൈലൻറ്റ് വാലിയുടെ മുഴുവൻ കാഴ്ചകളും കണ്ടു കഴിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.